ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എയ്മിൻ്റെ ഒരു എക്സാമിന് മോസ്റ്റ് പ്രോബബ്ലി 8 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നാണ് അവരുടെ സിലബസിൽ നിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം എയ്ം 18 എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നോക്കണം. എയ്ം 17 എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 39 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പല സെറ്റുകൾ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ ബി സി ഡി എന്നുള്ള രീതിയിൽ സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ സെറ്റുകളിലെല്ലാം ഇത് കിടക്കുന്ന ഏരിയ വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക. മോസ്റ്റ് പ്രോബബ്ലി എ സെറ്റിനായിരിക്കും ആ ഒരു ഓർഡറിൽ കിടക്കുന്നത്, ബാക്കിയുള്ളവർക്കെല്ലാം മാറി മാറിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഏത് ബെയർ ആക്ട് ആണ് എന്നുള്ളത് ആദ്യമേ എഴുതി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. A is accused of a murder of B by beating him. Which of the following will not be considered as relevant fact forming part of same transaction as per Indian Evidence Act of 1872? അപ്പോൾ ഇല്ലസ്ട്രേഷൻ ആണ് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ബെയർ ആക്ടിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെലവൻറ്റ് ഫാക്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ റെലവൻറ്റ് ഫാക്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ എവിടെയാണ് കിടക്കുന്നത് നോക്കണം. അത് കിടക്കുന്നത് നമ്മൾ കണ്ടന്റ് പേജ് എടുത്ത് നോക്കുമ്പോൾ ചാപ്റ്റർ 2 റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ സെക്ഷൻ 6 കിടക്കുന്നത് കാണാം. ഓക്കെ, ഇനി റെസ് ഗെസ്റ്റേ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും അത് ഈ സെക്ഷൻ 6 കിടക്കുന്നത്. ഓക്കെ, അപ്പൊ റെസ് ഗെസ്റ്റേ എന്ന് കണ്ടാലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 6 ആയിരിക്കും. ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ ഡിഫറെൻ്റ് ആണ്, കാരണം ഡെഫിനിഷൻ ക്ലോസ് തൊട്ട് നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം കമ്പാരിറ്റീവ് ടേബിൾ ബെയർ ആക്ടിന്റെ മുന്നിൽ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ പേജ് നമ്പർ 3.5 നമ്മൾ പോകുന്നു. 3.5 നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏതാണ് 3.5 നമ്മൾ പോകണം. 3.5 പോകുമ്പോൾ സെക്ഷൻ 6 റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇല്ലസ്ട്രേഷൻ തന്നിരിക്കുന്ന കാരണം ആ മെയിൻ ഏരിയ ഒന്നും വായിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ മാത്രം നോക്കുക. അതിലപ്പം എ ഈസ് അക്യൂസ്ഡ് ഓഫ് മർഡർ ഓഫ് ബിയെ കൊന്നു, എങ്ങനെ അടിച്ചു കൊന്നു എന്നുള്ളതാണ് കേസ്. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയാണ് റെലവൻറ്റ് ഫാക്ടർ? വാട്ട് എവർ വാസ് സെഡ്, എന്തൊക്കെ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ നമ്മൾ ചെയ്തു, ആര് എയും ബിയും. പിന്നെ ബൈസ്റ്റാൻഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബീറ്റിംഗ്, അടി നടക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് ഷോർട്ട്ലി ബിഫോർ ഓർ ആഫ്റ്റർ, അതിന് തൊട്ട് ആ ഒരു പ്രശ്നം നടന്ന് അതിന് തൊട്ട് പിന്നെയുള്ള കാര്യം എന്താണ്, ഇതെല്ലാം റെലവൻറ്റ് ഫാക്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ വാട്ട് എവർ സെഡ് ബൈ ബൈസ്റ്റാൻഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബീറ്റിംഗ് അതുണ്ട്, വാട്ട് എവർ സെഡ് ബൈ എ ഓർ ബി അറ്റ് ദ ടൈം ഓഫ് ബീറ്റിംഗ് അതുണ്ട്, വാട്ട് എവർ സെഡ് ബൈ എ ഓർ ബി അറ്റ് ദ ടൈം ഓഫ് ബീറ്റിംഗ് അതുകൊണ്ട്. എന്താണ് ഇല്ലാത്തത്? വാട്ട് എവർ സെഡ് ബൈ എ ഓർ ബി എ ഡേ ബിഫോർ ദ ഡേ ഓഫ് ബീറ്റിംഗ്, അടി നടക്കുന്നതിന് തൊട്ടും മുന്നേ ഉള്ള ദിവസം എന്ത് പറഞ്ഞു എന്നുള്ളത് റെലവൻറ്റ് അല്ല എന്നുള്ളതാണ്. Next, moving on to next question. Which of the following provision of Indian Evidence Act says that the confession to a police officer shall not be proved against him? പോലീസ് ഓഫീസർക്കെതിരെയുള്ള കൺഫെഷൻ എന്ന് പറയുന്നത് ആരാണോ കൺഫസ് ചെയ്യുന്നത് അയാൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ മച്ച് ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാം, കാരണം ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻസ് തന്നിട്ടുണ്ട്. 24 ആണോ 25 ആണോ 26 ആണോ 27 ആണോ നോക്കിയാൽ മതി. നേരെ നമ്മൾ ബെയർ ആക്ട് എടുക്കുക. 24, 25, 26. 25 നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, കൺഫെഷൻ ടു പോലീസ് ഓഫീസർ നോട്ട് ടു ബി പ്രൂവ്ഡ്. അതായത് പോലീസ് ഓഫീസറിനോട് കൺഫസ് ചെയ്ത കാര്യങ്ങൾ ആ കൺഫെഷൻ നടത്തിയത് ആരാണോ അയാൾക്കെതിരെ പ്രൂവ് ചെയ്യാൻ, അയാൾക്കെതിരെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ പ്രൊവിഷൻ പറയാം. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is correct according to the Indian Evidence Act pertaining to the proof of contents of the document? Okay, അപ്പം ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റിന്റെ പ്രൂഫുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് ശരിയായ ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. കണ്ടന്റ് ഓഫ് ഡോക്യുമെന്റ് ഷാൽ ബി പ്രൂവ്ഡ് ബൈ പ്രൈമറി എവിഡൻസ്. പ്രൈമറി എവിഡൻസ് ഉപയോഗിച്ച് വേണം ഡോക്യുമെന്റിലെ കണ്ടന്റ്സ് പ്രൂവ് ചെയ്യാൻ. സെക്കൻഡറി എവിഡൻസ് ഉപയോഗിച്ച് വേണം ഡോക്യുമെന്റിലെ കണ്ടന്റ്സ് പ്രൂവ് ചെയ്യാൻ. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എവിഡൻസ് ഐദർ ബൈ പ്രൈമറി ഓർ സെക്കൻഡറി എവിഡൻസ്. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നേരെ ബെയർ ആക്ടിലേക്ക് പോവുക. എവിടെയാണ് ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ച് പറയുന്നതെന്ന് ചാപ്റ്റർ 5 സെക്ഷൻ 61 പ്രൂഫ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത്
ഈ പറയുന്ന ഡോക്യുമെന്റ്സ്. ഈ സെക്ഷൻ 61 നിങ്ങൾ ഡയറക്റ്റിൽ എടുത്ത് ഇൻ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൂഫ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ഡോക്യുമെന്റ്സ് എങ്ങനെ ഐദർ ബൈ what either by primary or by secondary evidence പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലീഡിങ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ട്രയല് നമ്മൾ കോടതികളിൽ ട്രയൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലീഡിങ് ക്വസ്റ്റ്യൻ. ആർക്കൊക്കെ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആർക്കൊക്കെ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Leading question may be asked in examination in chief examination ആണോ, ക്രോസ് എക്സാമിനേഷൻ ആണോ, റീ എക്സാമിനേഷൻ ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബെയർ എടുക്കുക. ബെയർ എടുത്തിട്ട് എവിടെയാണ് ലീഡിങ് ക്വസ്റ്റ്യനെ കുറിച്ച് പറയുന്നതെന്ന് അറിയണം. ഓക്കെ, that was dealt in examination of witnesses. ഓക്കെ, ചാപ്റ്റർ 10 സാക്ഷികളെ എങ്ങനെയാണ് നമ്മൾ വിസ്തരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങളത് ആ ഒരു ഓർഡറിൽ വായിച്ചു നോക്കുന്ന സമയത്ത് സെക്ഷൻ 141 ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പൊ എന്താണ് ലീഡിങ് ക്വസ്റ്റ്യൻ, അത് ആദ്യം അറിയണമല്ലോ. ലീഡിങ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാതെ ലീഡിങ് ക്വസ്റ്റ്യൻ ആർക്ക് ചോദിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് അയാൾക്ക് അതിന്റെ ഉത്തരം ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോടതിയിൽ ഒരു ട്രയൽ നടക്കുകയാണ്. ട്രയൽ നടക്കുന്ന സമയത്ത് ഒരു സാക്ഷി വന്നിട്ടുണ്ട്. ആ സാക്ഷി എന്ത് മൊഴിയാ പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് അതായത് ഈ കേസിലെ പ്രതി മറ്റേയാളെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു എന്നുള്ളതാണ് അവിടെ ഫാക്ട് ഇൻ ഇഷ്യൂ, തർക്കത്തിലുള്ള വസ്തുത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ സാക്ഷി മൊഴി പറയാൻ വന്നിരിക്കുന്നത് കത്തി കൊണ്ട് കുത്തുന്നത് കണ്ടു എന്ന് പറയാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ പ്രോസിക്യൂഷൻ സൈഡ് എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും, ഈ കൂട്ടിൽ നിൽക്കുന്ന പ്രതി മരണപ്പെട്ട ആളെ കത്തി കൊണ്ട് കുത്താനാഞ്ഞ് അയാളുടെ നെഞ്ചത്ത് കുത്തിയത് നിങ്ങൾ കണ്ടതല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ഉത്തരം എപ്പോഴും നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? ഓക്കെ എന്ന് പറയുമ്പോൾ യെസ്, അതായത് ആ സാക്ഷിയോട് ഈ പറയുന്ന പ്രോസിക്യൂട്ടർ തന്നെ ലീഡ് ചെയ്യാണ്, ഇങ്ങനെയാണ് ആൻസർ പറയേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലീഡിങ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം വരുമ്പോ കണ്ട, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എനി ക്വസ്റ്റ്യൻ സജസ്റ്റിംഗ് ദ ആൻസർ വിച്ച് ദ പേഴ്സൺ പുട്ടിംഗ് ഇറ്റ് വിഷസ് ഓർ എക്സ്പെക്ട്സ് ടു റിസീവ് ഇസ് കോൾഡ് ലീഡിങ് ക്വസ്റ്റ്യൻ. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടെങ്കിൽ അതിനാണ് ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതെപ്പോ ചോദിക്കാൻ പാടില്ല? സെക്ഷൻ 142 പറയുന്നുണ്ട്, ദ ലീഡിങ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് നോട്ട് ഇഫ് ഒബ്ജക്റ്റഡ് ബൈ ദ അഡ്വേഴ്സ് പാർട്ടി, അതായത് അഡ്വേഴ്സ് പാർട്ടി ഒബ്ജക്റ്റ് ചെയ്താൽ ചോദിക്കാൻ പാടില്ല, and be asked in examination in chief or in re-examination except with the permission of the court. അതായത് കോടതിയുടെ സമ്മതമില്ലാതെ ചീഫ് എക്സാമിനേഷനും റീ എക്സാമിനേഷനും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. മാത്രമല്ല അഡ്വേഴ്സ് പാർട്ടിയുടെ ഒബ്ജക്ഷനും പാടില്ല. നമ്മൾ ട്രയൽ കാണുന്ന സമയത്ത് എപ്പോഴും ഈ പ്രതിക്ക് വേണ്ടി വരുന്ന അഭിഭാഷകര് ഈ പ്രോസിക്യൂട്ടർ എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ ബെഞ്ചി അടിച്ചിട്ട് എഴുന്നേറ്റ് വന്ന് കോടതിയോട് പറയും, ദാറ്റ് മേ നോട്ട് ബി മാർക്ക്, ദിസ് ഇസ് എ ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്. അപ്പം അത് മാർക്ക് ചെയ്യാൻ പാടില്ല. ലീഡിങ് ക്വസ്റ്റ്യൻസ് എവിഡൻസ് ആയിട്ട് എടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഇൻട്രോഡക്ടറി അല്ലെങ്കിൽ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുഴപ്പമില്ല. ഇനി എപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം? ക്രോസ് എക്സാമിനേഷന് മാത്രം. അതായത് പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ ഈ പറയുന്ന വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വിറ്റ്നസിന്റെ വെറാസിറ്റി നമുക്കൊന്ന് ഇത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നോർമലി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ലീഡിങ് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following case did Supreme Court of India clarify the admissibility of electronic record? അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സീരീസ് ഓഫ് കേസുകളുണ്ട്. അൻവർ പി വി വേഴ്സസ് പി കെ ബഷീർ, കുറേ കേസുകളുണ്ട്. അത് റിലേറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കാരണം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇലക്ട്രോണിക് റെക്കോർഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Next question, which of the following is incorrect statement in the light of the Indian Evidence Act of 1872? അതായത് അഡ്മിഷനും കൺഫെഷനും
തമ്മിലുള്ള ആ ഒരു ഇതാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. കൺഫെഷൻ ഓൾവേസ് ഗോ എഗെയിൻസ്റ്റ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ്. ആരാണോ കൺഫസ് ചെയ്യുന്നത് അയാൾക്കെതിരെ അത് ഉപയോഗിക്കാം, കറക്റ്റ് ആണ്. ഇനി അഡ്മിഷൻസ് ആർ കൺക്ലൂസീവ് ആസ് ടു ദ മാറ്റേഴ്സ് അഡ്മിറ്റഡ്, അത് തെറ്റാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ്. അത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ അഡ്മിഷൻ കൺക്ലൂഷന്റെ ഇതിൽ കൺഫെഷന്റെ ഇതിൽ പറയാം. കൺഫെഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ജുഡീഷ്യൽ കൺഫെഷൻ ആണ് നടത്തുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ കൺക്ലൂസീവ് പ്രൂഫ്. ബട്ട് അഡ്മിഷന്റെ കേസിൽ അഡ്മിഷൻ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അഡ്മിഷൻ എന്ന് പറയുന്നത് എന്തല്ല, ദാറ്റ് ഇസ് നോട്ട് എ വാട്ട് ദാറ്റ് ഇസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ്. കാരണം നമുക്കത് റിബട്ട് ചെയ്യാം. മാത്രമല്ല അഡ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എസ്റ്റോപ്പിലായിട്ട് നിൽക്കും, പക്ഷെ എന്തല്ല കൺക്ലൂസീവ് പ്രൂഫ് അല്ല. അപ്പൊ അത് ഓർത്തിരുന്നോണം. അപ്പൊ അവിടെ അതിന്റെ ആൻസർ വരുന്നത് അഡ്മിഷൻ എന്ന് പറയുന്നത് കൺക്ലൂസീവ് അല്ല എന്നുള്ളതാണ്, അതോ എസ്റ്റോപ്പിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ, ഈ കൺഫെഷൻ എന്ന് പറയുന്നത് നമുക്ക് സിവിൽ സ്യൂട്ടിലും ക്രിമിനൽ സ്യൂട്ടിലും നടത്താം കേട്ടോ. നമ്മൾ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ എപ്പോഴും കോടതികളിൽ പറയുന്ന സമയത്ത് കൺഫെഷൻ റിലേറ്റ് ചെയ്ത് പറയുന്ന പക്കാല നാരായണ സ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ പക്കാല നാരായണ സ്വാമിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺഫെഷൻ സിവിലോ ക്രിമിനലോ ഒക്കെ ആകാമെന്നുള്ളത്. ഓക്കെ, നമ്മൾ നോർമലി പറയുമ്പോൾ ഒരു കേസിൽ അക്യൂസ്ഡ് എന്നുള്ള രീതിയിൽ, ഡിഫൻഡൻസ് എന്നുള്ള രീതിയിലും പറയാം എന്നുള്ളതാണ്. ഇനി അടുത്തത് which of the following section of Indian Evidence Act is an exception to hearsay rule? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് hearsay റൂളിന് എതിരാണോ അല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് അറിഞ്ഞിരിക്കണം. ഡൈൻ ഡിക്ലറേഷൻ, മരണമൊഴി എന്ന് പറയുന്നത് hearsay റൂളിനെതിരാണ്. നോർമലി വേറൊരാൾ പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ മൊഴി കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് എ റെലവെന്റ് അല്ലെങ്കിൽ അത് അഡ്മിസിബിൾ റെലവെന്റ് അല്ല എന്ന് പറയുന്നുള്ളൂ. അപ്പം പക്ഷേ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് കേട്ടിട്ട് അത് നമുക്ക് കോടതിയിൽ ചെന്ന് പറയാം. ബിക്കോസ് നേച്ചർ ഓഫ് ദാറ്റ് മൊഴി, പിന്നെ മാത്രമല്ല സർക്കംസ്റ്റാൻസസ് ഒക്കെയാണ് ആ ഒരു റൂളിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഹിയർസേ റൂളിന്റെ എക്സെപ്ഷൻ പറയുന്നത് ഡൈൻ ഡിക്ലറേഷൻ ആണ്. ഡൈൻ ഡിക്ലറേഷൻ ആണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ സെക്ഷൻ 32 ക്ലോസ് 1 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡീൽസ് വിത്ത് ഡൈൻ ഡിക്ലറേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് 2018 വന്നിട്ടുള്ളത്. അപ്പൊ അത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇനി നമുക്ക് ഓക്കെ 2017 നോക്കാം. ഇപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ ഓഫ് റെസ്കെസ്റ്റേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ സെക്ഷൻ 6 പറയുന്നത്. BSA വേറെ സെക്ഷൻ ആണ് കേട്ടോ, അത് നോക്കണം. പിന്നെ when the liability of a person who is one of the parties to the suit depends upon the liability of a stranger to the suit, then an admission by the stranger in respect of his liability shall be an admission on the part of that person who is party to the suit. It has been so provided under which section of the Indian Evidence Act? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ സെക്ഷൻസ് എല്ലാം എടുത്ത് നോക്കുക. ഈ സെക്ഷൻസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇത്. നമ്മൾ വേറെ ആക്ട് എടുത്ത് നോക്കുമ്പോൾ ഈ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേറെ ആക്ടിൽ കാണില്ല. പക്ഷെ എന്ത് ചെയ്യണം, ആ സെക്ഷൻ എടുത്ത് നമ്മൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ ഇത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, അഡ്മിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അഡ്മിഷന്റെ ആ ഏരിയയിലോട്ട് പോകണം. സ്വാഭാവികമായിട്ടും സെക്ഷൻ 16 അല്ല സെക്ഷൻ 17, 18, 19 വരുന്നുണ്ട്. അതിനകത്ത് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഡയറക്റ്റ് എടുത്ത് വായിക്കണ സമയത്ത് ഈ സെക്ഷൻ 17 ഇത് കാണില്ല, 18 ഇത് കാണില്ല, സെക്ഷൻ 19 ഇത് ഡയറക്റ്റ് ആയിട്ട് കാണില്ല. പക്ഷെ നമ്മൾ സെക്ഷൻ 19 എടുത്ത് വായിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റിൽ ഇൻഡെക്സിൽ അഡ്മിഷൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ അഡ്മിഷൻ ബൈ പാർട്ടി ടു പ്രൊസീഡിങ്സ് ഓർ ഹിസ് ഏജന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ബൈ പേഴ്സൺ ഹൂ പൊസിഷൻ മസ്റ്റ് ബി പ്രൂവ്ഡ് അഗെയിൻസ്റ്റ് ആസ് against party to suit. അപ്പോൾ സെക്ഷൻ 19 എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെക്ഷൻ എടുക്കുക, ഉള്ളിൽ ടെക്സ്റ്റിൽ പോയി വായിക്കുക, അപ്പോൾ ഉത്തരം കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സെക്ഷൻ 19 ആണ് എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ജുഡീഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്? അത് ഒരു ഫാക്റ്റിന് ഇഷ്യൂല് ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാക്റ്റിന് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു എവിഡൻസിനെയാണ് നമ്മൾ ജുഡീഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ആക്ടിലൊന്നും ഒരിടത്തും കാണാൻ പറ്റില്ല. എവിഡൻസിന്റെ ഡെഫിനേഷൻ ഉണ്ട്, പക്ഷെ ജുഡീഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിൽ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡോക്യുമെന്റ് അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്? അതിനെന്ത് ചെയ്യണം,
ബെയർ ആക്ട് എടുക്കണം. ഡോക്യുമെന്റ് എവിടെയാണെന്ന് നോക്കണം. അപ്പൊ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിടത്തും ഡോക്യുമെന്റ് എന്നുള്ളൊരു വാക്കേ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയണം ഈ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ക്ലോസിലാണ്. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഡെഫിനിഷൻ ക്ലോസിൽ ഡോക്യുമെന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് കിടക്കുന്നത്. കണ്ട, ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ് upon any substance by means of letters, figures or marks or by more than one of those means intended to be used or which may be used for the purpose of recording that matter. അതല്ല നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇല്ലസ്ട്രേഷൻ നോക്കുക. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഇസ് എ ഡോക്യുമെന്റ്, words printed, lithographed, photographed are documents, map or plan is a document, an inscription on a metal plate or stone is a document, caricature is a document. അപ്പൊ ഇതിലില്ലാത്തത് ഏതാണ് എന്ന് നോക്കിക്കേ. ഇതിലില്ലാത്തത് ഏതാണ് വരുന്നത്? അപ്പം ഏതാണ്? നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് വരുന്നത്. നോട്ട് എ ഡോക്യുമെന്റ്, കാരണം ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ ഓക്കെ, കാരണം ഇൻസ്ക്രിപ്ഷൻ അതുണ്ട്, മാപ്പ് ഉണ്ട്, കാരിക്കേച്ചർ ഉണ്ട്, ഇതെല്ലാം ഡോക്യുമെന്റ് ആണ്. അപ്പൊ നൺ ഓഫ് ദീസ് ആണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ 17 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 17 തന്നെ പ്രിസംഷൻ ആസ് ടു ഡവറി ഡെത്ത് എവിടെയാണ് കിടക്കുന്നത്, ഡവറി ഡെത്തിനെ കുറിച്ചുള്ള പ്രിസംഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ബെയർ ആക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് പ്രിസംഷൻ 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 എന്നിങ്ങനെ അടുക്കി എഴുതിയിട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കണം. അത് പ്രിസംഷൻ ആസ് ടു ഡോക്യുമെന്റ്സ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉള്ള സർട്ടിഫിക്കറ്റിന്റെ നമ്മൾ പ്രിസംഷൻ എങ്ങനെയാണ്, അതെല്ലാം ഡോക്യുമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിസംഷൻ ആണ്. 30 years ഓൾഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിസംഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രിസംഷൻ ആസ് ടു ഡൗറി ഡെത്ത് ആണ്. പ്രിസംഷൻ ആസ് ടു ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എത്ര നോക്കിയാലും കിട്ടൂല. അതെവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബർഡൻ ഓഫ് പ്രൂഫിലാണ്. ബർഡൻ ഓഫ് പ്രൂഫില് presumption as to certain offenses എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. presumption as to abetment of suicide by a married woman, presumption as to dowry death. അപ്പൊ ഏതാണ്? സെക്ഷൻ 113B of the Indian Evidence Act. പാർട്ടി സാക്ഷി അധിനിയമത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ ഇതില് കമ്പാരിറ്റീവ് ടേബിളിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പ്രിസംഷൻ എന്ന് കണ്ട ഉടനെ ആ പ്രിസംഷൻ ആസ് ടു ഡോക്യുമെന്റ്സിൽ കിടന്ന് നിരങ്ങി സമയം കളയരുത്. പ്രിസംഷൻ ഡോക്യുമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു ഏരിയ നോക്കുക. അതല്ലാതെ certain offenses അല്ലെങ്കിൽ ലെജിറ്റിമസി റിലേറ്റ് ചെയ്തിട്ടുള്ള, ഡവറി ഡെത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള, റേപ്പിൽ കൺസെന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് പ്രിസ്യൂം ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഈ പറയുന്ന ഒരു ബർഡൻ ഓഫ് പ്രൂഫിലാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കവർ ചെയ്തു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെക്കൻഡറി എവിഡൻസ് ആസ് പെർ സെക്ഷൻ 63? അപ്പൊ എന്താണ്? നേരെ സെക്ഷൻ 63 എടുക്കുക. സെക്ഷൻ 63 എടുത്തതിന് ശേഷം എവിടെയാണ്? സെക്ഷൻ 63. ഓക്കെ, 63 എടുക്കുന്നു. ഡോക്യുമെന്ററി എവിഡൻസ് അല്ലാത്തത് ഏതാണ്? ക്ലോസ് 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലല്ലാത്ത ഏതാത് നോക്കിയിട്ട് അതിന്റെ ഉത്തരവും എഴുതാം. അപ്പം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരുന്നത്. ഒറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്യണം? കൃത്യമായി നോക്കി പഠിക്കണം. ഇനി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എവിടെയൊക്കെ കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ പോർഷൻ മുഴുവൻ നോക്കണം. പിന്നെ റെലവൻസി, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെസ്കെസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. റെലവൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ പോർഷൻ നോക്കണം. അഡ്മിഷൻ കൺഫെഷൻ നോക്കണം. ഓറൽ ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എവിഡൻസസ്, പ്രിസംഷൻസ്, എന്തൊക്കെ പ്രിസ്യൂം ചെയ്ത് കോടതി വെക്കും എന്നുള്ളത്, പ്രിസംഷൻസ് എങ്ങനെയാണ്, അതിൽ തന്നെ പ്രിസംഷൻ ഓഫ് ലോ, പ്രിസംഷൻ ഓഫ് ഫാക്ട്, പ്രിസംഷൻ ഓഫ് ലോയിൽ തന്നെ കൺക്ലൂസീവ് പ്രൂഫ്, റിബട്ടബിൾ പ്രിസംഷൻസ്, റിബട്ടബിൾ പ്രിസംഷൻസ്, ഇതിന്റെയൊക്കെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ ബർഡൻ ഓഫ് പ്രൂഫ് റിലേറ്റ് ചെയ്തിട്ട് അതെപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തത്. നോർമലി ഇൻ എ ക്രിമിനൽ കേസ് ദ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അക്യൂസ്ഡിനായിരിക്കും. ബട്ട് ഇറ്റ് ഷിഫ്റ്റ്സ് വെൻ വി നമ്മളൊരു എന്ത് പറയുമ്പോൾ പ്രൈവറ്റ് ഡിഫൻസ് അല്ല, നമ്മൾ ജനറൽ ഡിഫൻസസ് പറയുന്നു. ബർഡൻ ഓഫ് പ്രൂഫ് ഷിഫ്റ്റ് ചെയ്ത് അക്യൂസ്ഡിലേക്ക് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഡിങ് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ചീഫ് എങ്ങനെയാണ്, ക്രോസ് എങ്ങനെയാണ്, റീ എക്സാമിനേഷൻ എങ്ങനെയാണ്. പിന്നെ എടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ആക്ടിൽ ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള കേസുകൾ. ഇത്രയും പഠിച്ചു വെച്ചാൽ എവിഡൻസ് ആക്ട് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര മതി. താങ്ക് യു.